കാരണം പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. സാറിന് ഈ കൊണ്ടുവരണതും കൊണ്ടുപോകണതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവന്റെ പേരിൽ. അത്രേ ഉള്ളൂ, അതിനു മുമ്പല്ല. അറിഞ്ഞൂടാ അവരെന്തൊക്കെ ചെയ്തൊന്നും. ഒരു പേപ്പറൊക്കെ കൊടുത്ത് ഇങ്ങേർക്ക് പറയണ കുറച്ച് പാർഷ്യലായിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ കിട്ടി. കംപ്ലീറ്റ് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. കൊടുത്തിട്ടുണ്ട്. MACT ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് അവന് 1,30,00,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് MACT തൃശ്ശൂർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപയാക്കി റൗണ്ട് ചെയ്തു 1.30 എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വക്കീലിനെ അയക്കുകയാണ്. കേസ് ഇങ്ങനെ ഓരോ പ്രാവശ്യം നീട്ടിവെക്കുമ്പോഴേ നമ്മൾ പൈസയും കൊടുത്ത് വക്കീലിനെ അയക്കുകയാണ്. അതെ, 2 പേരുണ്ടായിരുന്നു. അവരുടെ ഡ്രൈവർ ഇവനായിരുന്നു. അപ്പോഴും ഈ അർജുനൻ തന്നെയായിരുന്നു അവരുടെ കൂടെ. വിഷ്ണു എന്നും പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നല്ലോ. അവൻ ഈ സൺ ഹോംസ് എന്നും പറഞ്ഞുകൊണ്ടൊരു റിയൽ എസ്റ്റേറ്റുകാരുണ്ട്, അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. അതെ, ബലപ്പെടാനൊന്നുമില്ല, നമുക്ക് യാതൊരു സംശയമില്ല കാര്യത്തിന്. അവർ തന്നെയാണെന്നുള്ള ഉറപ്പാണ്. വെറും സംശയമൊന്നുമല്ല. നടത്തിയെന്ന് അവർ പറയണു. നമുക്ക് ഇത് പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ. റിപ്പോർട്ടൊക്കെ കോടതിയിലല്ലേ കൊടുക്കുന്നത്. അപ്പോൾ വക്കീൽ പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിലെന്നാണ് പറയണത്. എങ്ങും തൊടാതെ ഉള്ളൊരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത്. CBI ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു വലിയ സംഘമാണ്. അവരെ സംരക്ഷിക്കാനല്ല അവനെന്തിനാ. ഉണ്ടായിട്ടില്ല. വഴങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അതാണല്ലോ എന്റെ പറഞ്ഞത്. വിശ്വാസം ഇവരൊക്കെ തന്നെ, ഈ സ്വർണ്ണക്കടത്തുകാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ.